തെരഞ്ഞെടുപ്പ് കാലമാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും പല വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകി വോട്ടർമാരെ തേടിയെത്തുന്നുണ്ട്. വാദപ്രതിവാദങ്ങൾ ഇതിനിടയിൽ നേതാക്കന്മാർ തമ്മിൽ നടത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്കും ചില പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ട്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശാന്തിവിള എന്ന പ്രദേശത്താണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചില വീടുകളുടെ മുന്നിൽ നമുക്കൊരു പ്രതിഷേധ പോസ്റ്റർ കാണാമെന്നുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും വോട്ടില്ല എന്നുള്ളതാണ്. അതായത് നേമം സഹകരണ ബാങ്ക് തകർത്ത ഞങ്ങളുടെ കാശ് കട്ടെടുത്ത പാർട്ടിക്ക് വോട്ടില്ല എന്നുള്ളതാണ്. ഒരു നിക്ഷേപ കൂട്ടായ്മ നേമത്തെ അതവർ വീടിന് മുന്നിൽ ആ പോസ്റ്റർ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വോട്ട് ചോദിച്ച് വരുന്നവർക്ക് മുന്നിലേക്ക് വയ്ക്കാൻ ഒരു ആവശ്യം കൂടി ഉണ്ട്. ആ ആവശ്യത്തിൽ മേൽ ആരുറപ്പ് നൽകുന്നു അവർക്ക് വോട്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. കൂട്ടായ്മയുടെ രക്ഷാധികാരി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ വോട്ട് ചോദിച്ച് വരുന്നവർക്ക് മുന്നിലേക്ക് വെക്കുന്ന ആവശ്യം? നമ്മുടെ നിക്ഷേപം തിരികെ തരുമെന്ന് ഉറപ്പ് നൽകുന്ന ഏത് മുന്നണിക്കാണ് ഇപ്രാവശ്യം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ചെയ്യാനാണ് നമ്മുടെ നിക്ഷേപ കൂട്ടായ്മയുടെ തീരുമാനം. 96 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നേമം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത്. അതിൽ 2 സെക്രട്ടറിമാരെയും ഒരു പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ബാക്കിയുള്ള ഈ പ്രതികളായിട്ടുള്ളവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിക്ഷേപം തിരികെ കിട്ടുന്നതിന് വേണ്ടി ബഹുജന സമരങ്ങൾ 8 സമരങ്ങളോളം ഈ നിക്ഷേപ കൂട്ടായ്മ നടത്തുകയുണ്ടായി. സെക്രട്ടേറിയറ്റ് മാർച്ച്, പട്ടിണിക്കഞ്ഞി സമരം, തിരുവോണനാളിൽ നിരാഹാര സമരം, അങ്ങനെ നിരവധി സമരങ്ങൾ 8ഓളം സമരങ്ങൾ ഈ നിക്ഷേപ കൂട്ടായ്മ നടത്തുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് നിക്ഷേപ കൂട്ടായ്മയുടെ പേരിൽ വീടുകളിൽ നമ്മളൊരു പോസ്റ്റർ പതിച്ചായിരുന്നു. നിക്ഷേപകരെ സഹായിക്കുന്നവർക്ക് നിക്ഷേപം തിരികെ നൽകുമെന്ന് ഉറപ്പുള്ള മുന്നണിക്ക് വോട്ട് ചെയ്യൂ, അല്ലാത്തവർക്ക് വോട്ട് നൽകില്ല എന്ന് നമ്മൾ സ്റ്റിക്കർ പതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സ്ഥലം MLA-യും മന്ത്രിയുമായ V. ശിവൻകുട്ടി നമ്മുടെ ചർച്ചയ്ക്ക് വിളിച്ചായിരുന്നു. നമ്മൾ പോയി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാസവൻ മിനിസ്റ്ററുമായി ബന്ധപ്പെടുകയും ഒരു കോൺഫറൻസ് ചർച്ച പോലെ അദ്ദേഹത്തിനെയും കൂടെ ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തീരുമാനം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഒരു ഉറപ്പ് നമ്മുടെ നിക്ഷേപ കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് നേരിട്ട് കണ്ടു കാണും. തീർച്ചയായും എല്ലാ സ്ഥാനാർത്ഥികളും വരുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഈ എത്തിയ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന്മേലൊരു ഉറപ്പ് തന്നിട്ടുണ്ടോ ഞങ്ങൾ പരിഹരിക്കാമെന്നുള്ളത്? വരുന്ന സ്ഥാനാർത്ഥികളെല്ലാം നമുക്ക് നിക്ഷേപം തിരികെ വാങ്ങുവാൻ നൽകുവാൻ നമ്മുടെ കൂടെ നിൽക്കാം, നമുക്ക് ഈ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടൊക്കെ ഈ ഒരു കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ജയിച്ചു പോകുന്ന ഒരാൾക്ക് അതിനൊരു പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പ് കിട്ടേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകർത്താക്കളുമാണ്. അവരുടെ ഉറപ്പാണ് നമുക്ക് പ്രധാനം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ 9-ാം തീയതിക്ക് ശേഷമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്നുള്ളത് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുക? ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. കാരണം 9-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ നിക്ഷേപകർക്ക് നിക്ഷേപമാണ് പ്രധാനം. ആര് ജയിച്ചാലും നമുക്ക് വിഷയമല്ല. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കി സ്വരുക്കൂട്ടി വെച്ച ആ നിക്ഷേപം അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. അപ്പോൾ ആ ആവശ്യം അംഗീകരിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുന്ന മുന്നണിക്ക്, സ്ഥാനാർത്ഥിക്ക് തങ്ങളുടെ വോട്ട് നൽകും എന്നുള്ളതാണ് ഈ കൂട്ടായ്മ എടുത്തിരിക്കുന്ന തീരുമാനം. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.